ചാപ്റ്റർ 10 വേർ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ. ഇത് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഒരു പോയമാണ്. ദ പോയം ഇസ് റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് ഹൗ ദ പോയിറ്റ് വാണ്ട്സ് ഹിസ് കൺട്രി ടു ബി. അദ്ദേഹത്തിൻ്റെ രാജ്യം, അതായത് ഇന്ത്യ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പോയമാണ് വേർ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ. He has certain dreams like education should be free to all, no caste and creed, communal harmony. അദ്ദേഹത്തിൻ്റെ സ്വപ്നമെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടണം, തുല്യത ഉണ്ടാവണം, സമത്വം ഉണ്ടാവണം, അത്തരത്തിലുള്ളൊരു ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. ഇറ്റ് ഈസ് എ പ്രയർ ടു ഗോഡ് റിട്ടൺ ബൈ റിനൗൺഡ് പോയിറ്റ്, സ്റ്റോറി റൈറ്റർ ആൻഡ് എഡ്യൂക്കേറ്റർ രവീന്ദ്രനാഥ് ടാഗോർ, വേർ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ ആൻഡ് is held and the head is held high, where knowledge is free, where the world has not been broken up into fragments by narrow domestic walls, where the words come out from the depth of truth, where tireless striving stretches its arm towards perfection. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ടു ഗോഡ്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് മനസ്സിൽ ധൈര്യത്തോടു കൂടി തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നവരാവണം ഓരോ ഇന്ത്യക്കാരും. നോളജ്, അറിവ് ഫ്രീ ആയിരിക്കണം. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വാൾസ്, അതായത് നമുക്ക് വേലികളും മതിൽക്കെട്ടുകളോ ഒന്നിനും ഒരു തടസ്സങ്ങളും ഇല്ലാതെ തന്നെ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ സത്യസന്ധരായിട്ട് വേണം എല്ലാവരും ഇരിക്കാൻ. വേർ ടയർലെസ് സ്ട്രൈവിങ് സ്ട്രെച്ചസ് ഇറ്റ്സ് ആംസ് ടുവേർഡ്സ് പെർഫെക്ഷൻ. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇവിടെ ടയർലെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്, എന്തും ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റിനെയാണ് ടയർലെസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് വേർ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ എന്ന് പറയുന്ന രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പോയം. ഇതൊരു ഷോർട്ട് പോയമാണ്. ഇതൊരു പ്രെയർ ടു ഗോഡാണ്. അതായത് മനസ്സിൽ ധൈര്യത്തോടെ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ എല്ലാവരും പ്രാപ്തരാകുക എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം, ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നം കാണിച്ചു തരുന്ന ഒരു പോയം.